ഇന്ന് എടാ ലൈറ്റ് ഓഫ് ആക്കല്ലടേ. ഇന്ന് വലിയ പെരുന്നാളായിരുന്നു. കഴിഞ്ഞൂലേ? സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇന്നലെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇന്നലെ വലിയ പെരുന്നാളായിരുന്നു. ശരിക്കും ഒരു വിഷ് ചെയ്ത് വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഒന്നാമത് സമയം കിട്ടാഞ്ഞിട്ടാണ്. സമയം കിട്ടാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ പെരുന്നാൾ ആഘോഷിക്കാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1-2 കമ്പനിക്കാരവിടെ പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടെല്ലാം കൂടി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അറിയില്ല, വീഡിയോസൊക്കെ എടുക്കാനും വളരെ മടിയാണോ, ഇഷ്ടക്കുറവ് എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു ചടപ്പായിരുന്നു. ഒന്നിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് വീട്ടിൽ ഫുഡിൻ്റെത്, അതേപോലെ ഫ്രണ്ട്സുള്ള 2 വീട്ടിൽ പോയപ്പം 2 പേരുടെയും ബിരിയാണിയാണ്. ഒരാളുടെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ചു കേട്ടോ, ഞാൻ കഴിച്ചില്ല, ബാക്കിയുള്ളവർ കഴിച്ചു. ഒരാളുടെ വീട്ടിൽ നിന്ന് ജ്യൂസും കുടിച്ചിട്ട് പോകുന്നു. ഒന്നും എടുത്തില്ല കേട്ടോ. എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വിളിച്ചിട്ട് കാര്യമല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പാട് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയത്. അതങ്ങനെയാ, ചില സമയത്ത് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ടെൻഷനും ഉണ്ടാവില്ല, എന്നാലും എന്തോ എവിടെയോ നമ്മുടെ കഴുകി തലോടും പോലാന്ന് അറിഞ്ഞില്ല. അതിൽ വിഷമങ്ങളൊക്കെ ഇങ്ങനെ എവിടെയാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇന്ന് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ പെരുന്നാളെന്നൊക്കെ പറയുമ്പോൾ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യലോ. ഒന്നിനൊപ്പം പോകുന്നു എന്തൊക്കെ കൂടുതൽ ഫിൽട്ടർ ചെയ്യാറുണ്ട്. ബക്കറ്റും കൊണ്ട് ഫിൽട്ടർ ചെയ്യാനോ എന്തെങ്കിലും ഇതുണ്ടല്ലോ, ബ്ലീച്ച് ഇടാൻ അങ്ങനെ എന്തെങ്കിലും ബ്ലീച്ച് ഇടാൻ തന്നെ ഞങ്ങളിവിടെ ബ്ലീച്ച് കലക്കി വയ്ക്കുക. ബ്ലീച്ച് കലക്കിയിട്ട് ഉണ്ടോ. സോറി ഗൈസ്, അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പെരുന്നാളായിട്ട് ഹൈ റേഞ്ച് കയറിയിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെ? ഇങ്ങടാ വെള്ളമുണ്ടയോ ഡോ കിടക്കുന്നവനെ? ആളുടെ പേര് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആരോട് ഉറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ആളുടെ പേര് എനിക്ക് പറയാൻ ഈ എന്താ പറയുക, വെറുതെ നമ്മൾ നെഗറ്റീവ് ട്രോളികൾക്കായിട്ട് ഇട്ട് കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് ആ പേര് പറയാനില്ല. വെള്ളമുണ്ടയാന്ന് തോന്നുന്നു. ബാണാസുര മൗണ്ടൻ വ്യൂ റിസോർട്ടിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അരുണ്, എൻ്റെ ഒരു കമ്പനിക്കാരന്, മക്കൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അയ്യോ മോനെ നമ്മൾ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന്. ഞാനും മോനും ഇതിന് മുമ്പ് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. ഒന്നാമതെന്ന് വെച്ചാൽ ഫുള്ള് ഓട്ടത്തിലായിരുന്നു. ഒരാളുടെ വീട്ടിൽ നിന്ന് മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് റിസോർട്ടിൽ അപ്പം അങ്ങനെ എത്തി. റിസോർട്ടിലൊക്കെ കഴിഞ്ഞെത്തി 4 മണി 5 മണി ഇരുടായിക്ക് റിസോർട്ടിൽ എത്തുന്ന സമയത്ത്. രാത്രി ആയിക്കിട്ടോ 6 മണി ആയിക്കിട്ടോ. 6 മണി ഏതെങ്കിലും തീരുമാനിക്കടാ. മറ്റേ മൈരി വാങ്ങിക്കൊടുത്തേക്ക് നിസ്കരിക്കുന്നുണ്ട് കളിന്. എന്നാലും എൻ്റെ മോൻ നിസ്കരിച്ചു എന്നല്ല കേട്ടോ പറഞ്ഞത്. അപ്പോൾ മോൻ നിസ്കരിക്കാത്ത ഇവിടെ ബാധകവും അല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. കോടല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുക. അപ്പം റിസോർട്ടിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴൊക്കെ മൂടൊക്കെ ഒന്ന് റിലീഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അവിടെ കോട കണ്ടോ? കോടയാണോ ഇനി ആരോ തീയിട്ട് കാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ബൈ ഇന്ന് കുറേ എന്താ പറയുക, ടെറസുണ്ട്, അതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ സ്പേസ് ഉണ്ട്, പൂള്, അപ്പുറത്ത് DJ, ക്യാമ്പ് ഫയർ, എല്ലാ സാധനങ്ങളും ഈ മൗണ്ടൻ വ്യൂ റിസോർട്ടിലുണ്ട് കേട്ടോ. ഭയങ്കര വലിയ ഒരു എന്താ പറയുക, വലിയൊരു റിസോർട്ടാണ്. അവിടുന്ന് ഞങ്ങൾ റിസപ്ഷനിൽ ഇങ്ങോട്ട് വണ്ടി എടുത്തിട്ട് വന്നു. ഒരു 1/2 കിലോമീറ്ററോളം ഇങ്ങ് പോരണം, 1.25 കിലോമീറ്ററോളം പോകേണ്ടി വരും. അപ്പം എന്നാലേ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ അകത്തേക്ക് എത്തുള്ളൂ. ആ ഒരു റിസോർട്ടിലേക്ക് വന്നതും റിസോർട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡും അതൊക്കെ എടുത്തിട്ടൊന്നും അല്ലാണ്ട് രാവിലത്തെ ഒരു കാര്യം എടുത്തിട്ടില്ല. രാവിലെ വീട്ടിലേക്ക് പോയതോ പിള്ളേരെ കൂട്ടിയോ ഒന്നും എടുത്തിട്ടില്ല. അതിനൊന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. എന്തോ ഒരു കിളി പറന്നുപോയി, എവിടേക്കാണെന്ന് ഓർമ്മയില്ല. മുപ്പത് മോളേതാ. അപ്പം ഒരു പൂള് ഇത് ബ്ലീച്ചിടാൻ വേണ്ടിയിട്ട് ഹൈജീനിക്കിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ആക്കാം. അപ്പോൾ അങ്ങനെയാണ്. അവിടെ ആരോ DJ ഒക്കെ നടത്തുന്നുണ്ട്, ഭയങ്കര ബഹളം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കേൾക്കുന്നുണ്ടായിരിക്കാം. പെരുന്നാളല്ലേ. അപ്പം നിച്ച് അങ്ങനെയാണ്. ഇവിടെ വന്നതിന് ശേഷം ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ബാക്കി ഡീറ്റെയിൽ ഒക്കെ നാളെ രാവിലെ ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒക്കെ മിസ്സായിപ്പോയി. ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കമ്പനിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല. ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും പറയുന്ന അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പം മിസ് ചെയ്തു. ഇനി ഇവിടെ വന്നതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവർ പുറത്തുനിന്ന് കഴിച്ചു. പുറത്തുനിന്ന് വെച്ചാൽ ഇവിടുത്തെ റിസപ്ഷനിൽ. അപ്പം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു വിഷിങ് വീഡിയോ പോലും ഇടാതിരുന്നത്, ഒരു കോസ്റ്റ്യൂമിൻ്റെ വീഡിയോ പോലും ഇടാതിരുന്നത് ഒക്കെ അതുകൊണ്ടാണ്. അപ്പം എല്ലാവരോടും എൻ്റെ ഇതായിരുന്നു അവസ്ഥ എന്ന് ഇപ്പോൾ പറയാം. താഴെ വന്ന് കമൻ്റ് അറിയും, നിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട എന്താ വിഷയമുള്ളതെന്ന്. പക്ഷെ നിങ്ങൾ കാണാറുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ കാര്യം. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും എൻ്റെ ബൈ പറയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ ഇങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇപ്പം ഉള്ളത് ഇവിടെ ഒരു റിസോർട്ടിലാണ്. റിസോർട്ടിലെ വീഡിയോ ആയിട്ട് ചെറുതായിട്ട് ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാനും കാണാം. ബാക്കി വലുതായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ വേഗം ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ്